ഒരു രാത്രിയില് ഉറക്കം വരാതിരുന്നപ്പോ ഞങ്ങളുടെ പിന്നാലെ വരുന്ന 2 സാധനങ്ങളുണ്ട്. അവരേനും എന്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അജീഷേട്ടനും വണ്ടിയിൽ കയറ്റിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. എവിടേക്കാന്ന് ചോദിച്ചാൽ സത്യം പറയൂ, എവിടേക്ക് പോണ? മഴ പെയ്യണത് നോക്കി മഴയുടെ ദിക്കിലൂടെ പോവണ. ചേട്ടാ പറ എവിടേക്ക് പോണേ? നമ്മളിത് എവിടേക്ക് പോണേ? നിന്നെ കാണാനല്ലോ ഡേ മോത്തിക്കടിക്കടേ വിളിച്ചോ. സത്യം പറയട്ടെ ചേട്ടാ, ഞാന് തലോണ അതുപോലെ പുതപ്പ് ഇത്രയും സാമഗ്രികളൊക്കെ ആയിട്ട് ഞാന് കുറച്ച് വേണ്ട അടിസ്ഥാനപരമായ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എവിടേക്കാണ് പോണെന്ന് അറിയില്ല. കുട്ടികളുടെ അടുത്ത് പറഞ്ഞ മക്കളെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പോയി മേടിച്ചു. സ്കൂളിൽ പോകുന്ന സാധനങ്ങളും അതുപോലെ അവർക്ക് വേണ്ട ടോയ്സും സർവ്വ സാധനങ്ങളും നമ്മൾ വാങ്ങി അവരെന്നെ ഹാപ്പി ആക്കി നിർത്തിയിട്ടുണ്ട്. ആ ഹാപ്പി ആക്കിയുള്ളത് ഞാൻ വീഡിയോന്റെ ഇന്റർവ്യൂല് കൊടുക്കണം. ഹോസ്പിറ്റലിൽ എനിക്ക് മെന്റലാ. ശരി, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ട് നമ്മള് വെള്ളം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അറിയുന്നുണ്ട്. അജേട്ടാ, അപ്പൊ നമ്മള് ഇനിയെങ്കിലും കാര്യം പറ, ഇത് ഏത് റൂട്ടാ? എവിടേക്ക് പോണേ? എന്റെ കണ്ണൊക്കെ കണ്ടറിയാം. ഉറങ്ങാൻ കിടന്ന ഞാനാണ്. ലേഡീസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവര് വിളിച്ചോടന്നപ്പോ ഞാൻ ഡ്രൈവറിന് ആവശ്യമുണ്ട് പെട്ടെന്ന് ചാടി കയറി. ലേഡീസ് ആണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവര് 3 ഗൈസ് പോയി എല്ലാം. 3:04 മലമ്പുഴ ഡാം വഴി. ഷോണി ഉറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ശരിക്കും ഉറക്കത്തിന്റെ മെയിൻ ആളാ. ഒരു 1 മണി കഴിഞ്ഞ് എന്റെ കണ്ണടഞ്ഞ് പോകും. പക്ഷെ ഞാൻ വൈബിന്റെ ബലത്തോണ്ടെന്ന് അറിയില്ല, ഉറങ്ങിയിട്ടില്ല. സാധാരണ ഇവിടെ പോകുമ്പോഴും ആദ്യം ഇവിടെ കിടന്നിട്ട് കൂർക്കം വലിക്കുണ്ടാവും ഞാനായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കൂർക്കൊന്നും വലിക്കില്ല. സോ അത് നമ്മുടെ കൂട്ടത്തിലുള്ള വൈബിന്റെ ഒരൊറ്റ എനർജി മാത്രമാണ്. കൂട്ടം എന്ന് പറയുന്നത് അജീഷ്, ഷോണിമ, അലങ്കൃതി ഇല്ലല്ലോ, സോറി, നന്ദന, ശ്രീകുട്ടി, ഇതാണ് വൈബ്. ഒരാളുണ്ടായിരുന്നു, ആള് വരും, ആളോട് അതിന് തീരുമാനമായി. അങ്ങനെ നമ്മൾ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ പരിസരത്ത് എത്തിയിട്ടാ. രാത്രിയിൽ നല്ല കാണാൻ നല്ല രസമാണ് കേട്ടോ. പകല് വരേണ്ടതായിരുന്നു, ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. എന്തായാലും ഈ ഒരു ടൈമായി ചെറിയ ചാറ്റൽ മലകളൊക്കെ വീഴുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല വൈബാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഒരു പ്രതീക്ഷയില്ലാതെ പോകുമ്പോൾ ഡാമിന്റെ ഷട്ടർ ചെറുതായി തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും കേട്ടോ പകലൊക്കെ അത് കാണാൻ. നൈറ്റിലും കാണാൻ കൊള്ളാം. ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അങ്ങ് കിട്ടിയില്ല കേട്ടോ. നമ്മൾ നേരെ അങ്ങ് വെച്ചത് കവ കാണാൻ വേണ്ടിയിട്ടാണ്. ഏത് ഭാഗത്തിൽ കൂടിയാണ് പോകണമെന്നൊന്നും അറിയില്ല. നമ്മൾ പക്ക മാപ്പ് നോക്കിയിട്ട് അങ്ങ് പോകണം. നൈറ്റ് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പാലക്കാട് ഏരിയ. നല്ല രസമാണ് കേട്ടോ ഈ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ. ഈ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ നൈറ്റിലെ വണ്ടി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളിച്ചാടുക എന്ന് പറയണ്ടല്ലോ, അയ്യോ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പരിപാടി. ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാം സാധിച്ചു തരുന്ന ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഭർത്താവ് ഒപ്പുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റിക്ക് നമുക്കത് എന്താ പറയുക, ആ എൻജോയ്മെൻറ്റ് റെഡിയാക്കി തരും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു നാളത്തേക്ക് ഒരു റീൽ എടുക്കാം എന്ന് വിചാരിച്ച് പ്രാക്ടീസ് ചെയ്യണതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര എനർജിയാണ് കേട്ടോ. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ എൻ്റെ എനർജി ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല. ചെറുതായിട്ട് അജേട്ടനും കൂടാനൊക്കെ വന്നായിരുന്നു. കവയ്ക്ക് ഇത്തിരി കൂടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല, ഇവിടെ കുറെ നിരോധിത മേഖലകളൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ വിനോദസഞ്ചാര കേന്ദ്രം. ഐ തിങ്ക് നമ്മളെവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് കുറെ നടക്കും. അതാണ് ഇതാണ് നമ്മൾ കണ്ട കവ. ഇതാണ് കവ എന്ന് പറയുന്നത്. സത്യം പറയല, എനിക്ക് അറിയാൻ പാടില്ല. പാലക്കാടെന്ന് അറിയാം. വഴി തെറ്റിയിട്ട് നമ്മൾ എവിടേക്കൊക്കെ പോയി. ഇവരുടെ രാത്രി എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ഒരു സ്ഥലത്തിലല്ല അതിന്റെ ആ ഒരു വൈബ് അല്ലേ. വഴി തെറ്റിട്ട് എവിടെയെങ്കിലും എത്തിച്ചേരും, അത് നമ്മള് വൈബാക്കും. ഗൂഗിളിന് പോലും അറിയുന്നില്ല കവ എവിടെയാണ്, ഏതൊക്കെ താങ്ങിലേക്ക് എത്തിച്ചു. നൈസായിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടിങ്ങനെ അറിയില്ല. അവിടെയാണ് സൂര്യൻ വരിക അല്ലേ.
ഇതേ നേരം വെളുത്തു. നമ്മളിതേ ഗവ എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ അവിടെ ഉണ്ട്. നന്ദനതേ പാട്ട് പാടുന്നു. അങ്ങനെ നമ്മൾ ഗവിയിലെത്തിരിക്കുകയാണ്. കവ. പക്ഷെ അതേ ഇപ്പൊ നേരം വെളുക്കൂട്ടോ ഇവിടെ. ഈ ഒരു ഏരിയന്നാണ് ചന്ദ്രനല്ല സോറി സൂര്യൻ വരാൻ പോകുന്നത്. ഓക്കെ, സോ വി ആർ വെയിറ്റിംഗ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഒരു നൈറ്റ് യാത്ര നമ്മൾ പോകുന്നില്ലായിരുന്നു. ഈ ഒരു ഇത്രയും നല്ല മനോഹരമായ ഒരു പ്ലേസ് നമുക്ക് മിസ്സായിരുന്നു കേട്ടോ. വേറെ എവിടെയല്ല, പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ഏതൊരു ദിശയിലാണ്, എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ നൈറ്റിൽ ഇങ്ങനെ എന്താ പറയുക പാലക്കാട് ഏരിയയിലേക്ക് അങ്ങ് പോകുന്നു. ഒരു മഴ, ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്തായാലും വന്നില്ലായിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ കാണില്ലായിരുന്നു. നമ്മൾ ഇത്ര അടുത്തുണ്ടായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്ലേസിലേക്ക് ഒന്നും വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ അങ്ങ് വണ്ടിയിൽ കയറി അങ്ങ് ഇറങ്ങിയതായിരുന്നു കേട്ടോ. എന്തായാലും നല്ല വൈബ്, നല്ല ഭംഗിയുള്ള പ്ലേസ്, അടിപൊളി. രാവിലെ വന്നാലാണ് ഈ ഒരു ഭംഗിയുള്ള ഈ ഒരു മൂടൽമഞ്ഞൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് അവിടെ നിന്ന് പോകുന്നതാണ്. ഇനി ചെന്ന് ഒന്ന് ഫ്രഷപ്പ് ആവണം. നോക്കുമ്പോ നീ എവിടെയാടി? സത്യം പറഞ്ഞ ഞാൻ എവിടെയാ ഇത്. അങ്ങനെ നമ്മൾ മലമ്പുഴ വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെല്ലിയാമ്പതി വെച്ച് പിടിച്ചു. ഇപ്പൊ നെല്ലിയാമ്പതി എത്തുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രഷപ്പ് ആവാൻ നോക്കിയത്. അങ്ങനെ നെന്മാർ എത്തിയപ്പോൾ നമ്മൾ PWD റെസ്റ്റ് ഹൗസിൽ വന്നു. അങ്ങനെ സെറ്റപ്പ് അല്ലേ, പണ്ടത്തെ ഒരു പഴയൊരു ബിൽഡിങ്. നോക്കിയാ ആ ആലൊക്കെ കണ്ട. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചപ്പോ അവര് വന്നു. ഇവിടെ എങ്ങനെയാ ഇവിടെ സെറ്റപ്പ് കൊള്ളാട്ടാ. ഇത് PWD എല്ലാ ഏരിയകളിലും ഉണ്ട് ഇതുപോലെ റെസ്റ്റ് റൂമുകളൊക്കെ. നമുക്ക് ഗവൺമെന്റിന്റെ ആണ്, നമുക്ക് യൂസ് ചെയ്യാം. ഒരു എനിക്ക് തോന്നുന്നു വലിയ റേറ്റ് ഒന്നും ഇല്ല, 700 രൂപയ്ക്കുള്ള ഒരു ദിവസത്തേക്ക്. പക്ഷെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഫ്രഷപ്പായിട്ട് പോകാനല്ല. ഈ ഒരു കെട്ടിടത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഉത്തമൻ സിനിമയുണ്ട്, ജയറാമേട്ടൻ്റെ ഉത്തമൻ സിനിമയിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഈ ഒരു കെട്ടിടം. അതുപോലെ തന്നെ 1-2 സിനിമകളിലൊക്കെ ഈ ഒരു കെട്ടിടം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ഫ്രഷപ്പിന് വന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞപ്പോഴാണ് അറിയണത്. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലാണ് നമ്മളിവിടെ വന്ന് നമ്മുടെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഒരു പ്രത്യേക ഏതൊക്കെയോ മൂവികളിലുണ്ട് ഈ ഒരു ബിൽഡിംഗ്. പാലക്കാടിലുള്ള നെന്മാറയിലുള്ള ഈ ഒരു ബിൽഡിങ് കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ അതിന് കൂടുതൽ അറിയാൻ പറ്റിയത്. രാവിലത്തെ സമയമൊക്കെ അതിക്രമിച്ച് അവസാനം ഉച്ചയോടെ എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല വിഭവസമൃദ്ധമായ സദ്യ അങ്ങ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ശരവണഭവനത്തെ ഫുഡിനെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നേരെ നെല്ലിയാമ്പതിക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ശരിക്കും ഈ ഒരു മഴക്കാലത്ത് കാണേണ്ട നല്ലൊരു ബെസ്റ്റ് പ്ലേസിലൊന്നാണ് കേട്ടോ പാലക്കാടുള്ള നമ്മുടെ നെല്ലിയാമ്പതി. ഞങ്ങൾ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ വിഷമമായി. ശരിക്കും ഒരു മിനി ഊട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കുണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി. നമ്മളെന്തിനാ വേറെ നമ്മുടെ നാട്ടിലുള്ള ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലേസ് കാണാതെ പലയിടത്തേക്കും പോയത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് ചിന്തിക്കണേ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റിയിട്ടാ. ശരിക്കും സേഫായിട്ട് കണ്ട് ആസ്വദിച്ച് പോരുക, ആരും അതിലൊന്നും ഇറങ്ങുകയൊന്നും ചെയ്യരുത്. ഞങ്ങൾ അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പോന്നു. വെള്ളച്ചാട്ടമൊക്കെ കണ്ടെന്ന് ഇറങ്ങാനൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ആരും റിസ്ക് എടുത്ത് ഇറങ്ങുകയൊന്നും ചെയ്യരുത്. പിന്നെ ഞങ്ങൾ ഈ വഴിയോര കാഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു കേട്ടോ. നല്ല ഒരു ആനയെ കണ്ടു. ഞാൻ ആനയും കുട്ടീനും കാണാണ്ട് നെല്ലിയാമ്പതിയിൽ യാത്രയ്ക്ക് നമ്മൾ കോട്ടാനും ഫാമിലി കണ്ടു. സാധാരണ നമ്മൾ റീൽസൊക്കെ കാണാറുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കയറി പോകുമ്പോൾ സൈഡിലൊക്കെ ആന വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് നല്ലൊരു ആനയായിരുന്നു. ആനയുടെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരിസരത്തൊക്കെ നോക്കിയായിരുന്നു. എന്തായാലും ഒരു ഫാമിലി ആകുമ്പോൾ അച്ഛൻ എവിടെ, ഒറ്റയാൻ അവിടെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ആരും ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ല. റോഡിലേക്കൊന്നും ഇറങ്ങാതെ സേഫായിട്ട് ആളുടെ കുഞ്ഞും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി വിചാരിച്ചാലും ഇതൊന്നും നടക്കില്ല എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരു മഴ ഇങ്ങനെ വരുന്ന ഒരു സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. എന്ത് മഴ വന്നാലും മയിലിന് ആട്ടം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആടാടിന്റെ സ്റ്റെപ്പ് എടുത്തോണ്ടിരിക്കണം. സീതാർകുണ്ട് എസ്റ്റേറ്റ് ആണ്. ഇവിടെ പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഇല്ല, ഫ്രീ. എവരിതിങ് ഈസ് ഫ്രീ.
ബട്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പറും കൊടുക്കണം. 4 മണിയാകുമ്പോ അതുപോലെ തന്നെ ഫോൺ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ അല്ലേ? വണ്ടിയിൽ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിക്കും. പിന്നെ നമ്മള് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, പിന്നെ കത്തിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, നമ്മളതില്ലല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളതൊന്നും ഇല്ലാത്തവരായ കാരണം ജസ്റ്റ് വാക്കിംഗ്. ശരിക്കും ഇത് കണ്ട മൂന്നാറാണെന്ന് പറയില്ലേ, ശരിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. നല്ല ഭംഗിയുള്ള കുറേ തേയില തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ഇവിടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മളതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കണേ. നമ്മളങ്ങനെ ആ ഒരു പ്ലേസിലെത്തി വണ്ടി പാർക്ക്. വ്യൂ കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. അത് സത്യം ആ താഴെ കാണുന്നില്ലേ, ഏതോ ഒന്നും ഞങ്ങളുടെ നാടാണ്. അവിടെ എന്താണ് ചെയ്യാ, പൊളി പൊളി പൊളി. ഈ മേഘങ്ങളൊക്കെ ശരിക്കും ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ്. സത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് നോക്കാം. ഇവിടുന്ന് കഴിഞ്ഞതാണ് സംഭവം ശരിയാ. ഈ കൈപ്പിടുത്ത് ഈ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിന്നെ പേടിക്കുന്നതല്ലേ സംഭവം. ഞാൻ അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലേട്ടാ. തിരിച്ചു പോകുമ്പോ മറ്റേ എക്സസൈസുകാരെ മുഖത്തേക്ക് അതിനെ തുപ്പുണ്ടാവും നിങ്ങള്. ഞാൻ കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ. കൊടൈക്കനാല് എവിടേക്കാ, എന്തിനാ അമ്മേ നന്ദന ശ്രീകുട്ടി താഴത്തോട്ട് ഇറങ്ങിയ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് അങ്ങ് നമ്മുടെ വീട്ടിലോട്ട് പോവായിട്ടാ. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തിരിച്ചിറങ്ങുന്ന സമയത്ത് കണ്ട ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. എഴുതാൻ വേണ്ടി മാത്രം എന്താ ഇന്നലെയൊക്കെ സംഭവിച്ചേ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കയറി വണ്ടിയിൽ കയറിയതാണ്. ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇതുപോലൊരു എൻജോയ്മെന്റ്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഒരു പ്ലാൻ ഇല്ലാണ്ട് അങ്ങ് ഒറ്റ മൈൻഡിൽ അങ്ങ് ഇറങ്ങുക പോവാ അല്ലേ. അതെ സത്യം. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ഏതൊക്കെയൊക്കെ വഴിയിലൂടെ പോയിട്ട് വീണ്ടും കുറെ സ്ഥലങ്ങൾ കണ്ടു. മാപ്പില്ലാത്ത വഴിയുടെ തന്നെ. എന്തായാലും അടിപൊളിയായിരുന്നു ഈ യാത്ര. ഭയങ്കര ഹാപ്പിയായി, എന്താ പറയാ, മനസ്സിന് ഭയങ്കര റിലീഫായി. ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കും. ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കേരളത്തില് ഇങ്ങനെ പാലക്കാട് ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അറിയണത്. നമ്മളില്ലേ സത്യം പറയാന്ന് വെച്ചാൽ കൊറേ ട്രിപ്പുകളും ചിലപ്പോ ഞങ്ങള് ഇവിടെ ഒന്നും ഇല്ലാന്ന്
വിചാരിച്ച് നമ്മള് എവിടേക്ക് പോകും, കൊടൈക്കനാല് പോകും, മൂന്നാറ് പോകും. പക്ഷെ ഏറ്റവും രസം എന്ന് പറഞ്ഞാല് നെല്ലിയാമ്പതി. അത് അടിപൊളി വൈബ്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്ര അടുത്ത് കിടക്കണം? 2 മണിക്കൂറുള്ള വീട്ടിൽ നിന്ന് എന്നിട്ട് നമ്മൾ 7 മണിക്കൂറിൽ കൊടൈക്കനാല് കാണാൻ പോകും. പക്ഷെ ഇത് സത്യം പറഞ്ഞ ഒരു അടിപൊളി വൈബ്. ആ ഒരു വ്യൂ പോയിന്റും എല്ലാം നമ്മളെ ഇത്തിരി ടൈമിങ് ആയാലും എന്തായാലും പോവാണെങ്കിൽ ഇങ്ങനെ പോണല്ലേ. മഴ ചതിച്ചു ഗൈസ്, മഴ ഉണ്ടായിരുന്നില്ല. മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ശരിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ചെറിയ ചാറ്റൽ മഴ അത് കിട്ടിയിട്ടുണ്ട് അധികം. പിന്നെ ഞാൻ കാലാവസ്ഥേനൊക്കെ വിളിച്ച് വെറുതെ ഒന്ന് മഴ പെയ്യിപ്പിച്ചു. അപ്പൊ ഭയങ്കര വെയിലായി. ചേട്ടാ അപ്പൊ ശരി അപ്പൊ അല്ലേ. അടുത്തൊരു യാത്ര ഇതുപോലെ അൺപ്ലാനഡ് ട്രിപ്സ് നല്ല നല്ല വ്ളോഗുകൾ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇടുന്നത്.